ഇന്ന് കുറച്ച് ഉണ്ണിത്തണ്ട് ഉപ്പേരി വെച്ചതാണ് കേട്ടോ. അതിനായിട്ട് കുറച്ച് അരി വേണം. അരിയും കുരുമുളകും ഉണക്കമുളകും അതിന് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടി പിടിക്കാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കാണാൻ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഞാൻ ഏകദേശം സെറ്റായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കിതാ ഉണ്ണിത്തണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ വറുത്ത് വെച്ചത് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉണ്ണിത്തണ്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാക്കി കടുകിട്ടു, കറിവേപ്പിലിട്ടു. നമ്മൾ പൊടിച്ച് വെച്ച ഈ പൊടിയും കൂടെ അതിലോട്ടിട്ട് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരുവിധമായപ്പോൾ അതിലോട്ട് ഞാൻ ഈ വേവിച്ചെടുത്ത ഉണ്ണിത്തണ്ട് കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഇളക്കണം. വേറെ വെള്ളമൊന്നും ഇതിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നന്നായി ഇളക്കി ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ണിത്തണ്ടെന്ന് പറയുന്നത് ദഹന പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന നല്ലൊരു സംഭവമാണ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വയറ്റിൽ നാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നൊക്കെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ടുള്ളവരൊക്കെ നിറയെ എപ്പോഴും ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ണിത്തണ്ട് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കേ.